ഹലോ. അപ്പൊ നമ്മളിന്ന് പോണ്ടിച്ചേരിക്ക് പോവാണ്. പോണ്ടിച്ചേരി ഇപ്പൊ സമയം നമുക്ക് 5:04. നമുക്ക് ഇവിടുന്ന് 6:30 നമ്മുടെ എഗ്മോറിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ ആ ട്രെയിനിൽ പോകാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പോഴേ ചെന്നാലേ നമുക്ക് ആ ട്രെയിൻ കിട്ടുള്ളൂ. അപ്പൊ പോണ്ടിച്ചേരി വരെ പോകണ്ടോണ്ട് നമ്മൾ നേരത്തെ പോവാണ്. ബാക്കി സീറ്റ് വേണ്ടേ? അതെ, ബാക്കി നമുക്ക് വരുന്ന വഴി കാണാം. അതെ അതെ, പെട്ടെന്ന് ഇന്നലെ ഉച്ചക്ക് തീരുമാനിച്ച് ഉറങ്ങുമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോവാൻ ലീവ് എടുത്ത് ഉറങ്ങുമായിരുന്നു. എന്നെ വിളിച്ചിട്ട് പോണ്ടിച്ചേരി ഉച്ചക്ക് നമ്മൾ തീരുമാനിച്ച് ഇന്ന് പോകുന്നു. നമ്മള് രാത്രി ഉറങ്ങിയിട്ടില്ല. അതെ, ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. ആക്ച്വലി നമ്മൾ ആ വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് മിസ്സായി, ഇപ്പൊ നമ്മൾ ഓർത്തില്ല. ആക്ച്വലി നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു സോഷ്യൽ മീഡിയ ലൈഫിലോട്ട് നമ്മൾ കടന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതെ, ഇവിടെ നല്ല ഉറക്കമായിരുന്നു. അതെ, നമ്മള് കൊറേ എഫേർട്ട് ഇട്ടിട്ട് ഞങ്ങള് ഫേസ് മാസ്ക് ഇട്ട് ക്ലെൻസർ ഇട്ട് വി ആർ ഓൾ സെറ്റ്. അപ്പൊ നമുക്ക് പോണ്ടിച്ചേരി കാണാം. ഓക്കേ, കം ഓൺ. അമ്മ എന്നിങ്ങനെ എവിടെയും പോകുമ്പോ ചാണകത്തിൽ ചവിട്ടുന്നത് ചിലപ്പോ ലക്കി ആണെങ്കിലോ. എന്താ പിന്നെ എന്നിട്ട് അത് കഴുകാൻ നടക്കണം. നമ്മൾ നടക്കുക. ഞങ്ങളിപ്പോ ഞങ്ങൾ ലഗേജ് ഒക്കെ കണ്ട നോബഡി വിളിച്ച് ഞങ്ങൾ ഒരു ദിവസത്തേക്കാ പോകുന്ന ആരും പറയും. നീയാനെ കാണിച്ചു കൊടുക്കും, നീയാന്റെ ലഗേജ് കാണിക്കും. ഇവിടെ നോക്കൂ, ഇതെന്റെ മാത്രം. ഇത് നോക്ക്, എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് 1 day 24 hours ഗേൾസ് തിങ് അല്ലേ? 24 hours ഇല്ല. ഉണ്ടോ? നൈസ് കമ്പലം. എവിടെയാ? നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം 1 ജാട. ഇപ്പൊ 3 hour കഴിഞ്ഞു. ഉറങ്ങി കുറെ നേരം. വ്ളോഗർ ചത്തു 2 മണിക്കൂറത്തേക്ക് പറയുന്ന ആൾക്കാരുണ്ട്. ഇതുങ്ങളൊക്കെ പരടായിരുന്നു. അവർക്കൊന്നും ബോധമില്ല. വ്ളോഗർ റെസ്പോൺസിബിൾ ആയിരിക്കണം. വ്ളോഗർ ഉറങ്ങാതിരുന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളെക്കാട്ടി മുന്നേ വ്ളോഗർ ഞാൻ ഉറങ്ങിയില്ല. ഇവർക്ക് ഉറക്കമൊന്നുമില്ല. നല്ല ഗ്ലോ അല്ലേ? സൺസ്ലാബിന്റെ അല്ല, മുഖത്ത് ഏതാണ്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. എടി സൺസ്ക്രീനും സ്ട്രോപ്പ് ക്രീമും മാത്രമേ ഉള്ളൂ, വേറെ അതിന്റെയും. അപ്പൊ ഈ ഇറങ്ങിയപ്പോഴത്തേന് അങ്ങ് ഉള്ളിലോട്ട് ഇങ്ങനെ ഗ്ലോ ഉള്ളിന്ന് വരുന്ന പോലെ. അമ്മൂന് ഓപ്പൺ കോഴ്സ് ആയി. വ്ളോഗിലാണോ ഇതൊക്കെ പറയുന്നത്? അഭ്യർത്ഥിച്ചൊക്കെ ഹോമില് ആക്ച്വലി യുവർ S24 is so good. വെയിലത്ത് ഇരുട്ടത്ത് കൊള്ളൂല കേട്ടോ. ആ സൺസ്ക്രീൻ ഒന്ന് കാണിച്ചേ. കൊടുത്ത ഉടനെ എടുത്ത് നമ്മൾ ഫേസ് തേക്കുന്ന സൺസ്ക്രീൻ അല്ലേ, ബോഡിയിൽ തേക്കുന്ന സൺസ്ക്രീൻ. അത് ആദ്യം കിട്ടിയ ഉടനെ നമുക്ക് 1000 രൂപയ്ക്ക് തരും.
എന്താന്ന് അറിയത്തില്ല. അത് സാരില്ല. എന്തായാലും SPF അല്ലേ, കുഴപ്പമില്ല. സൂര്യൻ വന്ന് തലയുടെ മണ്ടയ്ക്കായി ഇതേ ഇരിക്കുന്ന ഒരുത്തി കണക്കുന്നുണ്ടോ അവിയ? അവനൊരു പനിയ. ആ ഇപ്പൊ ഒന്നും ആയിട്ടില്ലല്ലോ മുഖത്ത്. കുറച്ച് ടാൽക്കം പൗഡർ അഡ്ജസ്റ്റ് ചെയ്യാം. പൗഡർ ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. സോറി, ടാൽക്കം പൗഡർ ഇസ് മൈ വീക്ക്നെസ്. കുട്ടിക്കുറ. നോ നോ, ഓ സീക്രട്ട് ഓഫ് മേഘാസ് ബ്യൂട്ടി. ബിക്കോസ് ഞാൻ ഭയങ്കര ഓയിലി സ്കിൻ ആയ പേഴ്സൺ ആണ്. കഴുത്ത് സോറി, മറന്നു. ഇതെന്താടാ? ഞാൻ കറക്റ്റായിട്ട് വ്യൂ ചെയ്യാനായിട്ട് തരാം. അപ്പൊ നമ്മൾ മരിച്ച വീട്ടിലെ വ്ളോഗൊക്കെ പറഞ്ഞു. എന്റെ പേരിലായി പോയി. നമ്മളെ റൂം എടുത്തു. നമ്മളപ്പോ നമ്മുടെ റൂം കാണിക്കാം. നമ്മള് പൂളൊക്കെ അഭ്യാപിപ്പിച്ച് കാണിച്ചു തരും. പൂളൊക്കെ ഇച്ചിരി വിന്റേജ്. പോണ്ടിച്ചേരി വന്നപ്പോ പോണ്ടിച്ചേരി വൈബ് ഉള്ളത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇതിൽ കാശൊക്കെ ഓക്കെ ഓക്കെ അടച്ചോ. അല്ല ഭയങ്കര ഭംഗിയാണ് ഗൈസ്. ഇവിടെ 2 ചെയറുണ്ട്. നമ്മൾ 4 പേരാ ഉള്ളേ. ആ ഡോറ് ക്ലോസ് ചെയ്തേ. സച്ച് എ വിൻറ്റേജ് റൂം. കോസിയ. നമ്മൾ 4 പേർക്ക് വി ടൂക്ക് ഒരു ഡബിൾ ബെഡ് അത് ഡബിൾ ബെഡ്. ഇത് ഭയങ്കര അടിപൊളി ഒരു ബെഡാണ്. സോ ഗുഡ്. ഭയങ്കര എസ്തെറ്റിക്സ്. ഇറ്റ്സ് ആക്ച്വലി ഗീവ്സ് എ പോണ്ടിച്ചേരി വൈബ് അല്ലേ? വൈബ് മാച്ചിങ് ആക്ച്വലി. ഡെക്കോർസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. മറ്റേ റൂം നമ്മൾ കണ്ടില്ല. തണുപ്പ് എ സി ഇട്ടില്ലേ റൂമിന്. അതാ ആ ടൈൽസിൽ. ഇത് ആക്ച്വലി ടൈൽസ് അല്ലാന്ന് തോന്നുന്നല്ലേ? വാഷ്റൂം നല്ല വാഷ്റൂമാണ്. ഓക്കെ ക്ലോസ് ദ ഡോർ. ഇവിടുന്ന് വ്യൂ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഡ്രസ്സിംഗ് റൂം കാണിക്കുക. ദാറ്റ് ഇസ് സോ ഗുഡ്. ദിസ് ഇസ് നമുക്കൊരു എക്സ്ട്രാ ഡ്രസ്സിംഗ് റൂം ഒക്കെ ഉണ്ട്. ഡ്രസ് ചേഞ്ചിങ് റൂം. ഭയങ്കര വാം ആയിട്ടുള്ള ലൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. ഭയങ്കര രസമുണ്ട്. വാമി ഫീലാ. രണ്ടുപേരവിടെ റൂമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാ കടന്നു. ഡോർ അടയ്ക്കുക. സോ മച്ച് ഓഫ് ലൈറ്റ്. എനിക്ക് വേണം. അല്ലല്ല ഡ്രസ്സിംഗ് റൂം. പക്ഷെ എനിക്ക് വാം ലൈറ്റ് മാത്രമേ ഉള്ളൂ. മറ്റേ വാം ലൈറ്റ് അതെ അതെ. അവിടെ അന്ന് കേറി ഇരുന്നേ അവിടെ അതേല്. അതെ അതെ. ഇത് നോക്ക്. ബാത്റൂം കുഴപ്പമില്ല. ജസ്റ്റ് ഓക്കെ. ഓ എ സി ഇല്ലാതെ കിടക്കാൻ പറ്റത്തില്ല. ഇതിനകത്തൊരു തണുപ്പുണ്ട്. ഈ ടൈൽസിലൊക്കെ തണുപ്പില്ലേ? കോസി.
ഹായ്. അപ്പം നമ്മൾ റൂം എടുത്തു. ഇപ്പോൾ പൂള് ഫിൽട്ടർ ചെയ്യാനിട്ടേക്കുമായിരുന്നു. പൂൾ ഓക്കെ ആയി. ഇപ്പം ഇനി അവർ വരും. നമുക്ക് കുളിച്ചാലോ? അല്ല, നല്ല പൂളാണ്, നല്ല ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറയാൻ ഒരു ഹോം സ്റ്റേ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇത് ആകെ ഒറ്റ ഫ്ലോറേ ഉള്ളൂ. ആ ഒറ്റ ഫ്ലോറിൽ ഒരു എത്ര റൂംസ് കാണും? ഒരു 6 to 7 റൂംസ് മാക്സിമം. കണ്ടോ, ഇങ്ങനെയാണ്. അതാണ് റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ലൈൻ, അതിൻ്റെ എല്ലാ സൈഡ്സിലും റൂംസ്. ഒറ്റ ഫ്ലോറേ ഉള്ളേ. അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കുറച്ച് ജസ്റ്റ് ചെയർസൊക്കെ ഇട്ട്. ഇതെനിക്കൊന്നും ഒത്തിരി ആഴം വേണ്ടാത്തവർ, ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. ആഴം വേണ്ടാത്തവർക്ക് വേണ്ടിയുള്ള. വേണമെങ്കിൽ നമുക്ക് മേഘേനെയൊക്കെ ഇതിനകത്ത് ഇറക്കാം. മേഘയൊക്കെയാണ് ഇവിടെ ഇറങ്ങേണ്ടത്. അബിയ വൈബ് ചെക്ക് ചെയ്യാൻ വന്നു. സെൽഫി എടുത്തോണ്ടിരിക്കുക. എവിടെ പോസ്റ്റ് ചെയ്യാനാണോ? കൊള്ളാം, നല്ല ആംബിയൻസ് എന്ന് പറയാൻ. ഈ ബാംബൂസിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാരണം സ്കൂൾ നല്ല രസമുണ്ടാവും. മേഘ വന്നു. ഓ, ഫോട്ടോഗ്രാഫി, ഞാനൊക്കെ ഫോട്ടോഗ്രാഫി. ബാ ചാടിക്കോ. അല്ല, അങ്ങനെ ചാടല്ലേ മേഘേ. അയ്യോ, ഞാനോർത്ത് ഇനി അങ്ങനെ മുങ്ങിപ്പോയെന്ത്. ഇവിടം വരെ ഉണ്ടാവും ചിലപ്പോൾ. നമുക്ക് അത്ര ഉണ്ടാവും. അബി ഇറങ്ങിക്കോ. ഒരു ബോളൊക്കെ ഉണ്ട്. നിനക്കൊക്കെ ആ പൂള് അത് നന്നാക്കിയിട്ടില്ല. അത് വേണം നന്നാക്കി തരാൻ പറയാം. ഷവർ ചെയ്തിട്ട് വരാം. ഷവർ ബിഫോർ പൂളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഷവറും ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നൊക്കെ കാണാം. വെയിലായി ഇപ്പോൾ ഓൾമോസ്റ്റ്. ഇപ്പം എത്ര മണിയായി? നിങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെ എടുത്തോണ്ടിരിക്കുക. ഇപ്പം എത്ര മണിയായി? 1:03. ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങും. കാരണം ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും കരിഞ്ഞു പോകും. പ്ലാൻ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യാം. 8 മണിയാകുമ്പോൾ പൂള് ക്ലോസ് ചെയ്യും. സോ നമ്മളപ്പോൾ പുറത്തൊക്കെ പോയിട്ട് 8 മണിയാകുമ്പോൾ തിരിച്ച് വരത്തില്ല. സോ വാട്ട് വിൽ ഡു നൗ ഇസ് പൂളിൽ കളിക്കാം. ഇപ്പോൾ സമയം 1:03. അപ്പോൾ ഒരു 3 o'clock വരെ ചിൽ ഔട്ട് ചെയ്ത് 3 റെഡിയായി. പിന്നെന്താ, ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ പോകുന്നു, ഫ്രഞ്ച് കോളനിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. പിന്നെ അങ്ങനെ കറങ്ങുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, പിന്നെ വീട്ടിൽ പോകുന്നു. ചേച്ചി വരുന്നു. നീയ ഷവർ ചെയ്യേ പോയി. പൂളി കയറി. ഞങ്ങളിതുവരെ കയറിയില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അല്ലേ? എത്തുന്നില്ല. അങ്ങോട്ട് നാടാ. ഗൈസ്, ബ്യൂട്ടിഫുൾ പൂളാണ്. നത്തിങ് ടു സേ. അതെ, നമ്മളെ കോളേജിൽ ഇപ്പൊ ക്ലാസ് നടന്നോണ്ട് എന്റെ ജീവിതാഭിലാഷമായിരുന്നു. ഞാൻ ഈ ഫസ്റ്റ് ഇയർ തൊട്ട് 3rd ഇയർ വരെ എനിക്ക് ലാക്ക് ഓഫ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ക്ലാസ്സിൽ പോവാറില്ല. പക്ഷേ എനിക്ക് ഈ ഫൈനൽ ഇയറിലെങ്കിലും ലാക്ക് ഓഫ് അറ്റൻഡൻസ് ഇല്ലാണ്ട് എക്സാം വരുന്നത്. 1, 2, 3, start. അയ്യേ, നിങ്ങൾ മുങ്ങി കഴിഞ്ഞ ഞാൻ മുങ്ങി. സ്വിമ്മിങ് സോ ക്യൂട്ട് അല്ലേ?
ഹായ് അപ്പൊ നമ്മള് റെഡിയായി. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരാം. ഓക്കേ. സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. മെയിൻ ആയിട്ട് ഇന്ന് പോകുന്നത് ഫ്രഞ്ച് കോളനിയിലോട്ടാണ്. അയ്യോ വെയില്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അടുത്ത വീഡിയോ ഗ്ലോയിങ് ആണോ നോക്കി? It's a sunny day. Nia. Nia. Yeah. അപ്പം ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി ഗൈസ്. നോ പാർക്കിങ്ങിൻ്റെ അടിയിൽ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നുണ്ട് വണ്ടിയല്ല. ഇതൊക്കെ എന്താ ഓഫീസസ് ഒക്കെയാ. ഇതുണ്ട് വയാ പോണ്ടിച്ചേരി എന്ന് എഴുതിയേക്കുന്നത്. ഈ ഷട്ടർ അടച്ചിടും. നമ്മളിപ്പോൾ ഫ്രഞ്ച് കോളനി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് കോളനി കൂടെ നടന്നുകൊണ്ടിരിക്കുക. നല്ല ബോൾസ് കണ്ടു. നല്ല ആ പച്ചയുടെ ഫ്രണ്ട് ഇപ്പൊ അമ്മൂനോടെ ഒരു ഫോട്ടോ ഉണ്ട്. ബാറാടിയത് അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല. ഇപ്പൊ നമ്മള് റോക്ക് ബീച്ചിലാണുള്ളത്. അപ്പോൾ റോക്ക് ബീച്ചാണ് എല്ലാം മിക്കവരും കണ്ടിട്ടുണ്ടാവും. റോക്ക് ബീച്ച് ഇല്ലേ? അമ്മൂൻ്റെ ഫോൺ ഇടയ്ക്ക് വെച്ച് സ്വിച്ച് ഓഫ് ആയിപ്പോയി. കുറേ ക്ലിപ്സ് അതുകൊണ്ട് മിസ്സായിട്ടുണ്ട്. നമുക്ക് കുറേ ക്ലിപ്സ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ എടുക്കാൻ മറന്നുപോയി. നമ്മൾ റോക്ക് ബീച്ചിൽ നിന്ന് ഇറങ്ങി. നമ്മളെന്തോ കഫേ കയറണമെന്ന് പറഞ്ഞിട്ട് കയറിയില്ലേ? നേരെ നോക്കിയപ്പോൾ നേരത്തെ നോക്കിയോ? തിരിച്ച് നമ്മൾ വരും. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് ഇട്ട് അതിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണം കാരണം ഭയങ്കര ടയേർഡായി, എക്സോസ്റ്റഡ് ആയി. ഒരു ടൈം ആയപ്പോൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോയി. അത് കാരണം ഐ ഡോണ്ട് തിങ്ക് ഇനി കം ബാക്ക് ഉണ്ടാവുമെന്ന് ടൗണിലോട്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ്. How was the day, Appu? Oh, it was a nice day. പോണ്ടിച്ചേരി ആക്ച്വലി നമ്മൾ എക്സ്പ്ലോർ ചെയ്തോന്ന് ചോദിച്ചാൽ ആകെ ഒരു സ്ഥലത്തെ വന്നോളൂ ഇന്നൊരു ദിവസം. Still it was so good.